ഇപ്പോൾ സിപിയുടെ നേതാവ് ശ്രീ പ്രകാശ് ബാബു നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ പ്രകാശ് ബാബു, എം.ആർ. അജിത് കുമാറിന്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റാനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. CPI കർശനമായ ഭാഷയിൽ ആവശ്യപ്പെട്ട, അങ്ങ് വളരെയധികം മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിലെല്ലാം ആവർത്തിച്ച് ആവശ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എം.ആർ. അജിത് കുമാറിന്റെ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു. എന്താണ് അങ്ങയുടെ പ്രതികരണം? ഗവൺമെന്റ് എടുത്ത തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ നിന്ന് ADGP മാറ്റിയത് എന്തുകൊണ്ടും ഉചിതമായ ഒരു കാര്യമായി ഞാൻ അതിനെ കാണുന്നു. ഗവൺമെന്റിന്റെ നടപടിയെ സ്വാഗതം ചെയ്യുകയും അതിനെ എല്ലാ അർത്ഥത്തിലും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യും. ശ്രീ പ്രകാശ് ബാബു, RSS നേതാക്കളെ കണ്ടതിൽ രഹസ്യ സ്വഭാവം എന്ന DGPയുടെ കണ്ടെത്തലിനെ തുടർന്നാണ് എം.ആർ. അജിത് കുമാറിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇത്രയും നിർണായകമായ ഒരു നടപടി എടുക്കണമെങ്കിൽ ആ രഹസ്യ സ്വഭാവം എന്ന് പറയുന്നതും അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇതിപ്പോ ഈ അന്വേഷണം എന്ന് പറയുന്ന എം.ആർ. അജിത് കുമാറിനെ മാറ്റി നിർത്തുക എന്നുള്ളത് മാത്രമല്ലല്ലോ, എന്തിനാണ് കണ്ടത് എന്ന കാര്യം കൂടി അന്വേഷിക്കപ്പെടണ്ടേ? അല്ല, ഞങ്ങൾ അതിൽ അങ്ങനെ ആരെങ്കിലും സന്ദർശിക്കുന്നത് നിയമപരമായ ഒരു കുറ്റമായിട്ടോ ഒരു തെറ്റായിട്ടോ അല്ല ഞങ്ങൾ അതിനെ കണ്ടത്. ADGP അജിത് കുമാർ ഏതെങ്കിലും ചട്ടലംഘനം നടത്തിയെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വ്യാഖ്യാനം ഞങ്ങൾ അതിന് കൊടുത്തിട്ടുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആയതുകൊണ്ട് ആ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയങ്ങളിൽ വെള്ളം ചേർക്കുന്ന നിലയിലുള്ള ഒരു സമീപനം പോലീസ് മേധാവിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അത് മുന്നണിക്കാണ് ഒരു കളങ്കമായത്. അതുകൊണ്ടാണ് രാഷ്ട്രീയ തീരുമാന പ്രകാരമാണ് തന്നെ മാറ്റി നിർത്തിയത് എന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ നമുക്ക് ഓർമ്മയുണ്ട്, പണ്ട് സെൻകുമാറൊക്കെ നടത്തിയ നിയമ പോരാട്ടം, അത്തരത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ അവശേഷിക്കും. സർക്കാരിന് കൃത്യമായ ബോധ്യമുണ്ടാകണം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം, രഹസ്യാത്മകമായ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് വിചാരിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് അതിനെ സാധൂകരിക്കുമെന്ന്. അല്ല, സെൻകുമാറിന്റെ വിഷയത്തിൽ വന്നതുകൊണ്ട് അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണല്ലേ അത് തിരിച്ചു കൊടുക്കേണ്ടി വന്നത്. ഇവിടെ നടപടിയല്ല, ഇതൊരു നടപടിയല്ല, ഏതെങ്കിലും നിലയിലുള്ള അച്ചടക്ക നടപടിയല്ല സെൻകുമാറിനെ ലാൻഡ് ഓർഡറിൽ നിന്ന് മാത്രമായി മാറ്റി നിർത്തുന്നത്. അതിനെ അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ട് കാണുകയും വേണ്ട. ഗവൺമെന്റ് ഒരു അറേഞ്ച്മെന്റ് നടത്തുന്നു എന്നുള്ള നിലയിൽ മാത്രം അതിനെ കണ്ടാൽ മതി. ശരി, വളരെയധികം നന്ദി ശ്രീ പ്രകാശ് ബാബു സംസാരിച്ചതിന്. സിപിയുടെ മുതിർന്ന നേതാവ് ശ്രീ പ്രകാശ് ബാബുവാണ് നമ്മളോട് സംസാരിച്ചത്. ഈ നിലപാടിനെ ADGP ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് എം.ആർ. അജിത് കുമാറിനെ മാറ്റി നിർത്തുന്നതിനെ CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇതൊരു വിജയമാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇത് LDF-ന്റെ വിജയമാണ് എന്നാണ് നേരത്തെ ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തത്.